നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വചനം വായിക്കാം. എന്തെന്നാൽ അവരിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ ഒരു വാക്ക് വളരെ പ്രധാനപ്പെടുന്നു. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നിയമാവർത്തനം 33:3. അവിടുന്ന് തന്റെ ജനത്തെ സ്നേഹിച്ചു. തന്റെ വിശുദ്ധരെല്ലാം അവിടുത്തെ കരങ്ങളിലായിരുന്നു. അവിടുത്തെ പാദാന്തികത്തിൽ ഇരുന്ന് അവിടുത്തെ വചനം അവർ ശ്രവിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ചു. അതുപോലെ തന്നെ ഈശോ ഇഷ്ടപ്പെട്ടവരെ തന്നെ വിളിക്കുന്നുണ്ട്. മാർക്കോസ് 3:10. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു. ഹോസിയ 2:14. അവളെ വശീകരിച്ച് വിജന പ്രദേശത്തേക്ക് കൊണ്ടുവരും. അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും. ലൂക്ക 10:39. അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദത്തിങ്കൽ ഇരുന്നു. ഇതുപോലെ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നുണ്ട്. യോഹന്നാൻ 5:20. യോഹന്നാൻ 5:20. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കും. ഇതുപോലെ തന്നെ നമ്മളോടും വ്യക്തിപരമായ സ്നേഹമാണ് ദൈവം കാണിക്കുന്നത്. റോമ 5:8. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. യോഹന്നാൻ 4:9. തന്റെ ഏകപുത്രൻ വഴി നാം ജീവിച്ചിരിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. ഈ സ്നേഹമാണ് നമ്മുടെ നിത്യജീവനിലേക്ക് നയിക്കുകയും നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ആനന്ദിക്കുക എന്നാണ്. എഫേഷ്യൻസ് 2:6. യേശുക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. റോമ 6:22. റോമ 6:22. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിന്റെ വേതനം മരണമാണ്. 1 യോഹന്നാൻ 2:25. 1 യോഹന്നാൻ 2:25. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ്, നിത്യജീവൻ. 1 യോഹന്നാൻ 5:20. 1 യോഹന്നാൻ 5:20. ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു. നാം ആകട്ടെ സത്യസ്വരൂപനിലും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിലുമാണ്. ഇവനാണ് സത്യദൈവവും നിത്യജീവനും. യോഹന്നാൻ 1:4. യോഹന്നാൻ 1:4. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. കർത്താവിനെ സ്വീകരിച്ചില്ലെങ്കിൽ പാപത്തിൽ മരിച്ചു കഴിഞ്ഞാല് സുബോധമാണ് ഈശോയുടെ ആഗ്രഹം. സങ്കീർത്തനം 1:6.
കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു, ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. ഇനി നമുക്ക് വചനത്തെ കുറിച്ച് അവിടെ ഇല്ല എന്ന് പറയുന്നത് ഇത് ആദ്യ ആഗമനത്തെ കുറിച്ചാണ്. ഈശോയുടെ നമ്മൾ രണ്ട് ലൊക്കേഷനിൽ നിന്നാണ് ബോധനം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വെളിപാട് രണ്ടാമത്തെ ആഗമനത്തെ കുറിച്ചാണെങ്കിൽ ഇപ്പോൾ നമ്മള് യോഹന്നാന്റെ സുവിശേഷം മനസ്സിലാക്കുന്ന ആദ്യത്തെ ആഗമനം. അടുത്ത ആഗമനത്തിൽ മുഴുവൻ ക്ഷമയെ കുറിച്ചാണ് നമുക്ക് ക്ഷമിക്കുന്ന ദൈവത്തെയാണ് കാണിച്ചത്. വെളിപാടില് രണ്ടാമത്തെ വരവില് വിധിക്കപ്പെടുന്നു. ആ വിധിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള വായിക്കാം. ഏശയ്യാ 3:14. ഏശയ്യാ 3:14. കർത്താവ് തന്റെ ജനത്തിന്റെ ശ്രേഷ്ഠന്മാരെയും രാജാക്കന്മാരെയും വിധിക്കുന്നു. നിങ്ങളാണ് മുന്തിരിത്തോട്ടം നശിപ്പിച്ചവർ, പാവപ്പെട്ടവരെ കൊള്ളയടിച്ച വസ്തുക്കൾ നിങ്ങളുടെ ഭവനത്തിലുണ്ട്. സങ്കീർത്തനം 75:2. സങ്കീർത്തനം 75:2. ഞാൻ നിർണയിച്ച സമയമാകുമ്പോൾ ഞാൻ നീതിയോടെ വിധിക്കും. ഈ വിധിക്കുന്നത് രണ്ട് തരത്തിലാണ്. ആദ്യത്തെ ആഗമനത്തില് സ്വീകരിക്കുന്നവരും സ്വീകരിക്കാത്തവരും അവരുടെ വ്യത്യാസമാണ് നമുക്ക് പറഞ്ഞു തരുന്നെങ്കിൽ, രണ്ടാമത്തെ ആഗമനത്തില് വ്യത്യാസം ഉണ്ടാക്കാൻ പോകും. വചനം 18 നമ്മൾ അവനിൽ വിശ്വസിക്കുന്നവർ വിധിക്കപ്പെടില്ല എന്നാണല്ലോ. യോഹന്നാൻ 5:24 സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. യോഹന്നാൻ 6:50. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. യോഹന്നാൻ 8:51. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എന്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. റോമ 8:1. റോമ 8:1. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്റെ അർത്ഥം വിശ്വസിക്കുക മാത്രം ചെയ്യുക, അതിനനുസരിച്ചുള്ള പ്രവൃത്തി ഇല്ലെങ്കിൽ കാര്യമില്ല. തീത്തോസ് 1:16. തീത്തോസ് 1:16. തങ്ങൾ ദൈവത്തെ അറിയുന്നു എന്ന് അവർ ഭാവിക്കുന്നു, എന്നാൽ പ്രവൃത്തികൾ വഴി അവിടുത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു. അവർ വെറുക്കപ്പെടേണ്ടവരും അനുസരണമില്ലാത്തവരും ഒരു സൽപ്രവൃത്തിക്കും കഴിവില്ലാത്തവരുമാണ്. യാക്കോബ് 2:18. എന്നാൽ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കാം, നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുമുണ്ട്. പ്രവൃത്തികൾ കൂടാതെയുള്ള നിന്റെ വിശ്വാസം എന്നെ കാണിക്കുക, ഞാൻ എന്റെ പ്രവൃത്തികൾ വഴി എന്റെ വിശ്വാസം നിന്നെ കാണിക്കാം. മത്തായി 7:21. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. Praise the Lord. Praise the Lord. Praise the Lord, അച്ഛാ.